അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വിശുദ്ധ റജബ് മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഇനി തയ്യാറെടുപ്പുകളുടെയും ഒരുക്കങ്ങളുടെയും കാത്തിരിപ്പിൻ്റെയും നാളുകളാണ്. അതെ, പുണ്യങ്ങളുടെ വസന്തമായ വിശുദ്ധ റമദാനിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുങ്ങിത്തയ്യാറായി കാത്തിരിക്കുന്ന ദിനങ്ങളാണ് നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. വളരെയേറെ ബഹുമാനമുള്ള മാസമാണ്, മഹത്വമുള്ള മാസമാണ് റജബ് മാസം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ്സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم. മാസങ്ങളുടെ എണ്ണം 12 അതിൽ 4 മാസം മിൻഹ അർബഅത്തുൻ ഹുറും പ്രത്യേക പവിത്രതകളുള്ള മാസമാണ്. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം എന്നീ തുടർച്ചയായിട്ടുള്ള 3 മാസങ്ങളും പിന്നീട് റജബ് മാസവുമാണത്. റജബ് മാസം വളരെയേറെ മഹത്വമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റജബ് എന്ന പേരിൽ നിന്ന് തന്നെ റജബിൻ്റെ മഹത്വം ഉൾക്കൊള്ളാനാവുന്നതാണ്. റജബ് എന്ന് പറയുന്നത് അറബി ഭാഷയിൽ തെർജീബ് എന്ന സംജ്ഞയിൽ നിന്ന് വന്നതാണ്. തെർജീബ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. മാത്രവുമല്ല, റജബ് എന്ന മാസത്തിന് ഒരു ഡസനിലേറെ പേരുകളുണ്ട്. അതിലൊരു പേരാണ് അസബ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ചൊരിച്ചു കൊടുക്കുന്നത് എന്നതാണ് അതിൻ്റെ അർത്ഥം. അന്ന റഹ്മത തുസബ്ബു ഫീഹി അലന്നാസി വതഫീദു അൻവാറുൽ ഖബൂലി അലൽ ആലമീൻ എന്നതിൻ്റെ വിശദീകരണമുണ്ട്. റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം ജനങ്ങൾക്ക് ചൊരിഞ്ഞു കൊടുക്കപ്പെടുകയും സ്വീകാര്യതയുടെ പ്രഭകൾ ഈ മാസത്തിൽ ഒഴുകുകയും ചെയ്യും എന്ന് അതിന് വിശദീകരണമായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ അസമ്മ് എന്നൊരു പേരുണ്ട്. അസമ്മ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിയാത്ത ബധിരനായ ആള് എന്നാണ് അർത്ഥം. എന്താണ് ഈ മാസത്തിൽ നമുക്ക് കേൾക്കാനാവാത്ത കാര്യം? ഈ മാസത്തിൽ ലം യുസ്മഅ ഫീഹി ഹിസ്ഖാൽ എന്നതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതായത് കൊലയുടെയും സംഘട്ടനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ഒരു വാർത്തയും ഈ മാസത്തിൽ കാണാൻ കഴിയുകയില്ല. പ്രാചീന കാലം മുതൽ തന്നെ യുദ്ധം ഹറാമായി കരുതുന്ന ഒരു മാസമാണ് റജബ് മാസം. റജബിൻ്റെ ഓരോ അക്ഷരങ്ങളും റാ, ജീമ്, ബാ 3 അക്ഷരങ്ങൾ കൂടിയതാണല്ലോ റജബ് എന്ന പദം. ഓരോ അക്ഷരവും വലിയ ആശയങ്ങളിലേക്ക് സൂചിപ്പിക്കുന്നു എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. റജബ് എന്ന് പറഞ്ഞാൽ റാ റഹ്മത്തും, ജീമ് ജുർമ് തെറ്റ്, ബാ ബിർറ് ഗുണം. അന്നല്ലാഹ യഖൂലു അജ്അലു ജുറുമ ഇബാദി ബൈന റഹ്മത്തി വൽ ബിർരി എന്ന് അള്ളാഹു ഉദ്ദേശിച്ചതുപോലെയാണ് ഇതിൻ്റെ അർത്ഥവും ആശയവും എന്ന് മഹാന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. അതായത് റഹ്മത്തിൻ്റെയും അള്ളാഹുവിൻ്റെ നന്മയുടെയും ഗുണത്തിൻ്റെയും ഇടയിൽ അടിമകളുടെ തെറ്റുകളെ ഞാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ റഹ്മത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുക്കും. ഈ മാസത്തിൽ പ്രത്യേകമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ എന്ന് ഇതിലൂടെ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. വശഅബാനു ശഹ്രീ, ഷഅബാനിൻ്റെ മാസമാണ്. വറമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനും ഒരുപാട് സുഹൃത്തങ്ങൾ ചെയ്യാനും അള്ളാഹു പ്രത്യേകമായി കണക്കാക്കിയ മാസമാണ്. പരിശുദ്ധ റമളാൻ സമാഗതമാകുന്നതിൻ്റെ മുമ്പായി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും അപാകതകളും നമ്മിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറുപ്പിക്കാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യണം. അതാണ് റജബ് മാസത്തെക്കുറിച്ച് റജബ് ഷഹ്റുല്ലാ, റജബ് അള്ളാഹുവിൻ്റെ മാസമാണെന്ന് പറഞ്ഞത്. എല്ലാം അള്ളാഹുവിൻ്റെ മാസമാണെങ്കിലും അള്ളാഹുവിലേക്ക് ചേർത്തൊരു കാര്യം പറയുമ്പോൾ അതിന് മഹത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഷഅബാൻ എൻ്റെ മാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രത്യേകമായി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസമാണ്. കാരണം ഷഅബാൻ മാസത്തിലാണ് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അഹ്സാബ് സൂറത്തിലെ 56-ാമത്തെ